അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. കാതുന്ന് ചെറുതായിട്ടൊന്ന് കിളി പറഞ്ഞു. കത്തിക്ക് കത്തിക്ക് ഗൈസ്, ഞങ്ങളുടെ വിഷ്ണു ചക്രം മൂഞ്ചി. നമ്മൾ എത്ര കത്തിച്ചിട്ട് അത് പൊട്ടണില്ല. വാവ്, ഗൈസ്, അടുത്ത ബോംബ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. മതി ആൾക്കാരെ എണീപ്പിക്കണ്ട വെറുതെ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് 13th ഏപ്രിലാണ്. നാളെയാണ് നമ്മുടെ വിഷു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, ഇന്നും നാളെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ വരുന്നത്. പക്ഷെ ഇന്ന് എന്താന്ന് വെച്ചാല്, നാളെ വിഷുവിനുള്ള ഒരുക്കങ്ങൾ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ സമയം വന്നിട്ട് ഏതാണ്ട് 10 മണി ആയിട്ടുണ്ട്. നാളെ പുലർച്ചെ നമുക്ക് കണി കാണണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് സൺഡേ, ഇന്ന് രാവിലെയാണ് നമ്മൾ പോയിട്ട് കാര്യങ്ങളെല്ലാം വാങ്ങി സെറ്റ് ആക്കിയത്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ ഉണ്ടല്ലോ. കൊന്നപ്പൂ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ വലിച്ചിട്ട് വരികയാണ് ചെയ്തത്. വേറെയും കുറെ പൂക്കളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കൃഷ്ണനെ ഒരുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഓൾറെഡി നമ്മളിവിടെ ട്രെയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ ചെറിയ ഒരുക്കം പ്രിപ്പറേഷൻസ് ആണ്. അപ്പൊ അതെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ നമ്മുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും കൂടി ഇത്രയും ചെയ്തു കേട്ടോ. ഇനി കുറച്ചുകൂടെ നമുക്ക് ചെയ്യാനുണ്ട്. കൃഷ്ണനെയൊക്കെ നമ്മൾ ഡെക്കർ ചെയ്തിട്ടുണ്ട്. മയിൽപ്പീലിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മൾ ഈ സൈഡ് രാമായണം, ബാക്കി ഫ്രൂട്ട്സ്, കണിക്കൊന്ന, വെറ്റില, വെജിറ്റബിൾസ് എല്ലാം വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഫുള്ള് സെറ്റായിട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ വിളക്ക് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളിതാ വിളക്കൊക്കെ കൊളുത്തിയിട്ട് കൃഷ്ണനെ അലങ്കരിച്ചിട്ടുണ്ട്. ഒരു മയിൽപ്പീലിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മള് കൃഷ്ണന് വെച്ച് കൊടുത്ത ഐറ്റംസ് ഇതാണ് കേട്ടോ. നമ്മളൊന്നും മറന്നിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മളെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ഒരുമിച്ച് കണി കാണാം. ഗൈസ്, ഹാപ്പി വിഷു. അപ്പൊ നമ്മള് കണിയൊക്കെ കണ്ട് ഇപ്പൊ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ആദ്യം വിചാരിച്ച് താഴെ പൊട്ടിക്കാന്ന്, പിന്നെ എല്ലാവരും ഉറക്കമാണ്. അപ്പൊ നമ്മള് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ടെറസിൽ വന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ ആദ്യം ഏതോ ഒരു പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ സെറ്റാക്കി വെച്ചത് എന്താ സംഭവം? പൂത്തിരിയാണ് കേട്ടോ. അപ്പൊ പൂത്തിരി പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് വേഗം പൊട്ടിക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത സംഭവം എടുത്തു കേട്ടോ. വിഷ്ണു ചക്രമാണ് പൊട്ടിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കമ്പിത്തിരി ഉണ്ട്, റോക്കറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മളിതാ വിഷ്ണു ചക്രം പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഇതിനാകുമ്പോ അധികം സൗണ്ട് ഇല്ലല്ലേ, ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മുടെ സദ്യ ടൈം ആയിട്ടുണ്ട്. അമ്മയും അമ്മൂമ്മയും കൂടെ എല്ലാം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ചേച്ചി ബോളി ഉണ്ടാക്കി തന്നു. അപ്പൊ നമുക്ക് ഇന്ന് ബോളി ഉണ്ട്, പായസവും ഉണ്ട്. ഗൈസ്, അപ്പൊ നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ഒരു മിനി സദ്യ ഉണ്ട്. ചോറുണ്ട്, സാമ്പാർ, അച്ചാറ്, ഇഞ്ചിപ്പുളി, ചിപ്സ്, കൂട്ടുകറി, അവിയല്, പൈനാപ്പിൾ പച്ചടി, പപ്പടം, ത്രിമധുരം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പായസവും ബോളി അല്ലേ അമ്മ? പായസവും ബോളി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം കഴിച്ചു തുടങ്ങാം.
ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞു വിഷു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ രാവിലെ എണീറ്റു, വിഷുക്കണി കണ്ടു. നമ്മൾ ഒരുമിച്ചാണല്ലോ കണ്ടത്. വിഷുക്കണി കണ്ടു, പിന്നെ പടക്കം പൊട്ടിച്ചു, മറ്റേ റോക്കറ്റ്, പൂക്കുജി സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇന്നും കുറച്ച് പൊട്ടിക്കുന്നുണ്ട്, കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ വെറും കമ്പിത്തിരി പിടിച്ച് നിൽക്കലാണ്. പാപ്പുവാണ് മെയിൻ പൊട്ടിക്കുന്ന ആള്. എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ പടക്കം കാര്യങ്ങളൊക്കെ. എനിക്ക് ആകെ ഇഷ്ടമുള്ളത് കമ്പിത്തിരിയാണ്. അത് കുറച്ച് പൊട്ടിച്ചു, അത് കുറച്ച് കത്തിച്ചു. പിന്നെന്താ, നമ്മൾ നല്ല അടിപൊളി സദ്യ കഴിച്ചു. നമ്മുടെ വീട്ടിൽ സഹായിക്കാമെന്ന് ചേച്ചി വരുന്നതിന് മുന്നേ തന്നെ അമ്മയും അമ്മൂമ്മയും ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി വന്നിട്ട് നമുക്ക് ബോളി ഉണ്ടാക്കി തന്നു കേട്ടോ. അത് കർണാടകയിൽ എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും അവരുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ബോളി. അങ്ങനെ ബോളി, പായസം, സദ്യയുടെ ബാക്കി ഐറ്റംസ് ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യ കഴിച്ചു. പിന്നെന്താ, എല്ലാവർക്കും ഹാപ്പി വിഷു. എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഒരിക്കൽ കൂടെ. നിങ്ങൾക്ക് ഒരു അടിപൊളി ഇയർ ആയിട്ട് മാറട്ടെ ഇയർ. എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിഷു വ്ളോഗ്. നിങ്ങളുടെ വീട്ടിൽ വിഷു ആയിട്ട് എന്തൊക്കെ ചെയ്തെന്നുള്ളത് കോമെന്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ചാ ചാ.